എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റാരീസ് കെയർ. There was a few days break, and I am coming back with the latest in the Middle East now. So the second rounds of talks between US, Israel and Iran was due to be happened in Pakistan. In fact, the American authorities already reached there, the Israeli authorities already reached there, but Iran declined to attend the meeting due to some obvious reasons. Let us find out what all are these. So, what actually Iran said? Iran declined for the second round talks with that on behalf of US there was excessive demands, unrealistic expectation, constant shifts in stance, repeated contradictions and the ongoing naval blockade. അവർ ഒരുപാട് കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിമാൻഡ്. US ഈസ് ഡിമാൻഡിങ് ടു മച്ച്. ഒരു സോവറിൻ കൺട്രിയായ ഇറാനോട് ഇത്രയും ഒരു അടിമകളെപ്പോലെ പെരുമാറുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് എക്സസീവ് ഡിമാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് അവർ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ, ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത രീതിയിലുള്ള റിയലിസ്റ്റിക് പൊളിറ്റിക്സ് അല്ലാതെ ഉള്ള ഒരു എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷ നിർഭരമായ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. ഓൾ ഫ്രം ഇറാൻ. ഇറാൻ ഹാസ് ടു ഡു എവറിത്തിങ് ഇൻ എ സബ്മിസീവ് വേ. അതാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത്. പിന്നെ കോൺസ്റ്റാൻറ്റ് ഷിഫ്റ്റ്, അവരെടുക്കുന്ന സ്റ്റാൻഡുകളിൽ ഒരു സ്ഥിരതയില്ലായ്മ, ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിച്ചതാണ്. നമ്മുടെ ഒരുപാട് വീഡിയോകളിൽ നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അമേരിക്ക ഈസ് ചേഞ്ചിങ് ദി ഗോൾ പോസ്റ്റ് എവറി ടൈം. അവരുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് അവർക്ക് തന്നെ മറന്നുപോയൊരു സിറ്റുവേഷനാണ്. ഒരു കൺട്രിയെ തകർക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ, യു ഡു ഇറ്റ്. പക്ഷെ അവരതും ചെയ്യുന്നില്ലല്ലോ. ഇടയ്ക്ക് ഈ ടോക്കിൻ്റെ കാര്യം എന്താണുള്ളത്? ഇഫ് യു വാണ്ടഡ് ടു ഡിമോളിഷ് ഇറാൻ, യു ഡു ദാറ്റ്. ബട്ട് ഒരു സിവിലൈസേഷനെ മുഴുവൻ തകർക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ വരുമ്പോഴാണ് ഈ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ അവരുടെ ഒരു സ്റ്റാൻഡ് പൊളിയുന്നത്. അമേരിക്കൻ ജനതയും ഇത് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇഫ് യു ഹാവ് എ പ്രോബ്ലം വിത്ത് എ കൺട്രി, ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് Iran was ready to talk in a realistic manner, but Americans are imposing many things on Iran. അത്രയും ഒരു ഇത് വരുമ്പോഴത്തേക്കിന്, അത്രയും ഒരു അടിച്ചമർത്തൽ വരുമ്പോഴത്തേക്കിന് ആർക്കായാലും അത് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ദി സെക്കൻഡ് തിങ് ഈസ് ഹൂ ഈസ് മീഡിയേറ്റിംഗ്. ആരാണ് മീഡിയേറ്റ് ചെയ്യുന്നത്? പാകിസ്ഥാൻ. ഓഫ് കോഴ്സ് പാകിസ്ഥാൻ ഹാസ് പ്ലേഡ് എ വെരി ഗുഡ് റോൾ. Everyone should see that. അവർ ഒരു മീഡിയേഷന് വേണ്ടിയിട്ട് അവരുടെ സെറീന ഹോട്ടലിൽ സംഭവങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു. ആ ഹോട്ടലുകാർ ബില്ല് ചോദിച്ചിട്ട് ആ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു കരക്കമ്പിയുണ്ട്. അത് പോട്ടെ, അതെന്തോ ആയിക്കോട്ടെ, നമ്മളത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു നല്ല സിറ്റുവേഷനിൽ പാകിസ്ഥാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലാതെ. പ്രത്യേകിച്ച് ഫീൽഡ് മാർഷൽ എന്ന് സ്വയം അവരോധിച്ച ആസിം മുനീറിനെ അവർക്ക് മിസ്ട്രസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, വിശ്വാസമില്ലായ്മ. ബിക്കോസ് ഹീസ് പ്ലേയിങ് ഡബിൾ ഗെയിം. അതായത് അദ്ദേഹം ഇറാനിൽ പോയിട്ട്, കാരണം സ്വന്തം ജനത, പാകിസ്ഥാനിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അവർ 27% ഷിയ കമ്മ്യൂണിറ്റിയാണ്. സോ ദേ ലവ് ഇറാൻ, ദേ റെസ്പെക്റ്റ് ദി സുപ്രീം ലീഡർ ഓഫ് ഇറാൻ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സ്വന്തം ജനതയ്ക്ക് മുമ്പിൽ ഒരു കപട നാടകം തീർത്തുകൊണ്ട് അമേരിക്കൻ ചട്ടുകമായി വർത്തിക്കുന്ന ഒരു കൺട്രി ആയിട്ടാണ് പാകിസ്ഥാനെ അറിയപ്പെടുന്നത്. പാകിസ്ഥാനിലല്ലാതെ വേറൊരിടത്ത് ഈ ചർച്ച നടക്കാൻ സ്കോപ്പുകളും ഇല്ലായിരുന്നു. ബിക്കോസ് നോബഡി വാണ്ട്സ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഗെയിം, ദിസ് ഡർട്ടി ഗെയിം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഇത്രയും എക്സസീവ് ഡിമാൻഡ്സ് ഉള്ളത് കൊണ്ട്, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം
സംസാരിക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻഡ് 22-ന് അവരുടെ സീസ് ഫയറിൻ്റെ ഡേറ്റ് എക്സ്പയറായി. ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ അമേരിക്ക സ്വയമേ ഒരു 3 ആഴ്ചയ്ക്ക് കൂടി എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുകയാണ് സീസ് ഫയറിന്. അത് ലെബണൻ ഇസ്രായേലിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ അത്യാവശ്യം ബോംബാർഡ്മെൻറ്റെല്ലാം നടക്കുന്നുണ്ട്, മിസൈലെല്ലാം വിടുന്നുണ്ട്. അത് ഇസ്രായേൽ അത് കൺഫേം ചെയ്തിട്ടും ഉണ്ട്. അപ്പോൾ സിറ്റുവേഷൻ ഇതാണ്. ഇവരുടെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 440 കിലോ എൻറിച്ച്ഡ് യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട്. അതിങ്ങ് താഴ്ന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ അമേരിക്ക നേരത്തെ പറഞ്ഞതെല്ലാം ഞങ്ങൾ അടിച്ചു തകർത്തുന്നതാണ്. പിന്നെ ഈ 440 എവിടെ നിന്ന് വന്നു എന്നുള്ളവർ ക്ലാരിഫൈ ചെയ്യുന്നില്ല. ബട്ട് ദാറ്റ് മീൻസ് American propaganda is all full of lies. Most of the things are lies. So, naval blockade എന്തിനാണിപ്പോൾ? naval blockade ചെയ്തിട്ട് ഇറാൻ്റെ പോർട്ട്സിൽ നിന്നും ഒരു ഓയിൽ ടാങ്കറും പുറത്തോട്ട് പോകാൻ പാടില്ല എന്നുള്ള കാര്യത്തിലാണ് ഇറാൻ പോർട്ടുകളെ ഉപരോധിച്ചിരിക്കുന്നത്. അമേരിക്ക. ഓക്കെ, അത് രണ്ടായിട്ട് കാണണം. വൺ ഈസ് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ സ്തംഭനാവസ്ഥ വന്നിരിക്കുന്നത് ഇറാൻ പ്രതിരോധം കാരണമാണ്. എന്നാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് പോകുന്നത് വരെയുള്ള വഴിയിൽ ഇറാൻ്റെ സീ പോർട്ട്സിൻ്റെ 4 ഭാഗത്തും ഉപരോധം തീർത്തിരിക്കുകയാണ് US നേവൽ വാർഷിപ്സ്. ദാറ്റ് ഈസ് ദി ഡിഫറൻസ്. സോ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് വേണം നമുക്കിത് കാണാൻ ഈ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു ഗൺ പോയിന്റിൽ വെച്ചിട്ട് ഒരു ടോക്സ് നടന്നാൽ ഇത് ശരിയാവുമോ? അമേരിക്കയ്ക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മിസൈൽസ്, തേർഡ് മിസൈൽസ് ഇതെല്ലാം തീർന്നിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ് ആണ്. ഇനി ഇത് നീണ്ടുപോയാൽ അമേരിക്കയ്ക്ക് പ്രൊലോങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് അവരുടെ ഈ ഏറ്റവും വില കൂടിയ ഇതുപോലുള്ള മിസൈൽസും കാരണങ്ങളൊക്കെ പ്രൊഡക്ഷന് വേണ്ടി ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. സോ ഇൻഫാക്ട് ദേ വാണ്ടഡ് ടു ബൈ ദി ടൈം. സമയം കുറച്ചുകൂടി വാങ്ങിയിട്ട് പതിയെ രണ്ടാമത് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള തൽക്കാലം ഇവിടുന്നൊന്ന് വിട്ടു നിൽക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത്. പക്ഷേ ഈ സെക്കൻഡ് റൗണ്ട്സിലേക്ക് പോകുമ്പോഴത്തേക്ക് സെക്കൻഡ് റൗണ്ട്സിൽ ഇറാൻ സഹകരിക്കില്ല എന്ന് കണ്ടപ്പോൾ ഇനി എന്തെങ്കിലും പറഞ്ഞ് ഈ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് ഉള്ള ഒരു ഓപ്ഷൻ അവർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുമോ എന്നറിയില്ല. ഇതാണെങ്കിൽ തൽക്കാലം ഇപ്പോൾ ഇത് പുലിവാല് പിടിച്ച പോലെയാണ് അമേരിക്കയ്ക്ക് എന്നാണ് തോന്നുന്നത്. ഓക്കെ, അതിനിടയ്ക്ക് മറ്റൊരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ഒരു പബ്ലിക് ഒപ്പീനിയൻ വന്നു. 56% ആളുകൾ, ഇസ്രായേൽ ജനത പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ഒഴിഞ്ഞു പോകണമെന്നാണ്. ഇയാളാണ് ഒരു യുദ്ധവെറിയനാണെന്നാണ് പറയുന്നത്. ബട്ട് വി അപ്രിഷ്യേറ്റ് ദാറ്റ് ജനങ്ങൾ പറയുന്നത് കാര്യമുണ്ടാവും അല്ലേ? ജനങ്ങൾ പറയുന്നത് ഏതൊരു ഇപ്പോൾ ഇന്ത്യയിലായാലും ജനങ്ങൾ വോട്ടെടുത്ത് വിജയിപ്പിക്കുന്ന ആളാണ് ഇവിടെ ഭരിക്കുന്നത്. നമ്മൾ ജനങ്ങൾക്ക് എപ്പോഴും there is a say. ദാറ്റ് ഈസ് ദി ബ്യൂട്ടി ഓഫ് ഡെമോക്രസി. അതുപോലെ അവിടുത്തെ ആളുകൾ ഈ 56% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ സില്ലി ഗ്രൂപ്പ്, വളരെ ചെറിയൊരു ഗ്രൂപ്പല്ല ഇത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നെതന്യാഹു ഉടനെ സ്ഥാനമൊഴിയണമെന്നൊക്കെയാണ്. ഏതായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം യുദ്ധത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് there may not be any regime change. അപ്പോൾ അങ്ങനെ 3 weeks സീസ് ഫയർ ഇൻ ലെബണൻ. ട്രംപ് പറയുകയാണ്, ഐ ഹാവ് ഓൾ ദി ടൈം ഇൻ ദി വേൾഡ് ബട്ട് ഇറാൻ ഡസ് നോട്ട്. ദി ക്ലോക്ക് ഈസ് ടിക്കിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ പവർ. ഓഫ് കോഴ്സ് ദർ ഈസ് നോ ഡൗട്ട് ഇറ്റ് ഈസ് എ സൂപ്പർ പവർ. അവരുടെ ഈ ലോകത്തുള്ള എല്ലാ സമയവും വി ഹാവ് ഓൾ ദി ടൈം ഇൻ ദി വേൾഡ് എന്നാണ് പറയുന്നത്. പക്ഷെ അവർ മറ്റൊരു കാര്യം പറഞ്ഞു, ഇറാൻ ഡസൻ ദാറ്റ്. ഇറാന് സമയമില്ലെന്നാണ് പറയുന്നത്. അതല്ലേ ഇരട്ടത്തപ്പ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇറാനും സമയം ഉണ്ടാവും. അപ്പോൾ ഇറാൻ എത്ര നശിച്ച് നാശമായാലും, എത്ര പ്രശ്നങ്ങൾ എത്രമാത്രം അടിച്ചമർത്തിയാലും തിരിച്ചടിക്കാനുള്ള ഒരു ശേഷി അവരിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട്
കംപ്ലീറ്റ് അവർക്ക് സമയമില്ല എന്നൊക്കെ അമേരിക്ക പറയുമ്പോൾ അത് പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ ജിയോ പൊളിറ്റിക്സിൽ അല്പമെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ആരും തയ്യാറല്ല. ഓക്കെ, ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ ഞാൻ വഴിയെ പറയാമത്. ഇൻ ദി മീൻ ടൈം തേർഡ് വെസൽ അറൈവ്ഡ്, മൂന്നാമത്തെ വാർഷിപ്പ് അമേരിക്കയുടെ വന്നിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അവർ യുദ്ധം നിർത്താനൊന്നും അല്ല പരിപാടി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. USS ജോർജ് H.W. ബുഷ് joined the USS Gerald R. Ford and USS അബ്രഹാം ലിങ്കൺ. ഈ 2 വാർഷിപ്പിനെ അവർ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇപ്പോഴവിടെ 3 നേവൽ വാർഷിപ്പുകളാണ് ഉള്ളത്. ആദ്യം വന്ന അബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ആർ ഫോർഡ് ആൻഡ് നൗ ജോർജ് H.W. ബുഷ്. അപ്പോൾ ഇതെല്ലാം എയർക്രാഫ്റ്റ് കാരിയേഴ്സാണ്. ഈ വാർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ലോകമാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഇതിനെ മാത്രം ചെയ്യാനുള്ള മെറ്റീരിയൽ അതിനകത്തോട്ട്. സോ ലെറ്റ് us see. ഇവർ 3 കൂടെ ഇപ്പോൾ ദേ ആർ ഇൻ എ മാസീവ് ബിൽഡപ്പ് ഓഫ് നേവൽ ഫയർ പവർ. അപ്പോൾ ഇത്രയും 3 വാർഷിപ്പുകളൊക്കെ വന്ന് നിന്നിട്ടും ഇറാനെ പോലെ ഒരു രാജ്യത്തെ കൂടുതലൊന്നും ചെയ്യാൻ ഇവർക്ക് പറ്റാതിരിക്കുന്നത് എന്താ? അപ്പോൾ ദർ ഈസ് സംതിങ്. അതാണ് പറയുന്നത്, നമ്മളെ സത്യമില്ലെങ്കിൽ, നമ്മുടെ ഭാഗത്ത് സത്യമില്ലെങ്കിൽ നമുക്ക് ഭയങ്കര തിരിച്ചടിയായിരിക്കും. നമുക്ക് ഒരിക്കലും ഒരു കോൺഫിഡൻസോട് കൂടി നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുകയില്ല. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. എല്ലായിടത്തും പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് അമേരിക്കയുടെ ഒരു ഹോബിയാണത്. ഇപ്പോൾ ഇന്നലെ എന്താ പറഞ്ഞിരിക്കുന്നത്? നരകക്കുഴികളാണ് ചൈനയും ഇന്ത്യയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എന്തൊരു വർത്തമാനമാണത്. കുറച്ച് ദിവസം മുമ്പ് ഷീ പിങ്ങിനെ പറ്റിയിട്ട് എൻ്റെ ഏറ്റവും നല്ല ദോസ്താണ്, ചൈന ഈസ് എ ഗ്രേറ്റ് കൺട്രി. അതിൻ്റെയും കുറച്ച് മുമ്പ് പറഞ്ഞത് മോദി ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി, വി ലവ് ഇന്ത്യൻസ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഹീ ഹാസ് നോ സ്റ്റാൻഡ്സ് അറ്റ് ഓൾ. ഇതിനകത്ത് നമ്മൾ ഒരു മൗനം വധിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ അധികം സംസാരിക്കുന്നില്ല. കാരണം ഇവനറിയാം, ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഇവൻ നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് പിടിച്ച് കയറാനുള്ള പരിപാടിയാണ്. സോ വി ജസ്റ്റ് ഇഗ്നോർ വാട്ട് ഹി സേസ്. അപ്പോൾ ഇയാൾ കൂടുതൽ പ്രൊവോക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ട്രംപ് ഓർഡർ ചെയ്തിരിക്കുകയാണ് to shoot and kill any Iranian boats placing sea mines in the Strait of Hormuz. സ്റ്റേറ്റ് ഓഫ് ഹോർമസിൽ മൈനിങ് ചെയ്യുന്ന ഏതൊരു ഷിപ്പിനും കണ്ടാലും ഷൂട്ട് ആൻഡ് കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് ദി US naval siege of Iran ports continues and officials in Tehran say talks will not resume until the blockade is lifted. ഇറാൻ്റെ പോർട്സുകളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്ലോക്കേഡ് ലിഫ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ഒരു ടോക്കനും ഒരു ഡിസ്കഷനും ഒരു സമാധാന ചർച്ചകൾക്കും ഞങ്ങളില്ലെന്ന് അവർ കാറ്റഗോറിക്കലി ഇറാൻ ഡിക്ലൈൻഡ് ഫോർ ദി ടോക്സ്. ഓക്കെ, മറ്റൊരു ഡെവലപ്പിംഗ് സിനാറിയോ എന്ന് പറഞ്ഞാൽ അത് കെന്നത്ത് കാറ്റ്സ്മാൻ എന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഫോർമർ ഇറാൻ അനാലിസ്റ്റാണ്. അറ്റ് ദി കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് ഇൻ വാഷിങ്ടൺ DC. കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് വാഷിങ്ടണിലുള്ളതാണ്. അതിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്ത ഒരു അനാലിസ്റ്റാണ്. ഹിസ് നെയിം ഈസ് കെന്നത്ത് കാറ്റ്സ്മാൻ. അദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ന്യൂട്രലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇറാൻ കുഡ് വിത്ത്സ്റ്റാൻഡ് ബ്ലോക്കേഡ് ഫോർ മന്ത്സ്. ട്രംപ് മേ ചൂസ് കൈനറ്റിക് എസ്കലേഷൻ. എന്താണ് അതിനർത്ഥം? ഇറാൻ ഈ ബ്ലോക്കേഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ മാസങ്ങളോളം ഈ ബ്ലോക്കേഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു കൺട്രിയാണ് ഇറാൻ എന്നാണ് അമേരിക്കയിൽ തന്നെയുള്ള ഈ കെന്നത്ത് കാറ്റ്സ്മാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറാൻ ഈസ് നോട്ട് എക്സ്പോർട്ടിംഗ് ന്യൂ ഓയിൽ അമിഡ് ദി US ബ്ലോക്കേഡ്. US ബ്ലോക്കേഡ് ഉള്ളതുകൊണ്ട് ഫ്രഷ് ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ ഇറാന് പറ്റുന്നില്ല. ഈ ഇറാനിയൻ പോർട്സ് എല്ലാം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതുകൊണ്ട് ഫ്രഷ് ഓയിലുകളൊന്നും
കയറ്റുമതി ചെയ്യാനുള്ള യാതൊരു സ്കോപ്പും ഇല്ലാതിരിക്കുകയാണ് ഇറാൻ. ബട്ട് അതാണ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ടെഹ്റാൻ ഹാസ് ബിറ്റ്വീൻ 160 million and 170 million barrels of oil afloat on ships around the world currently. 160 നിന്ന് തുടങ്ങി 170 million barrels of oil ഓൾറെഡി സമുദ്രങ്ങളിൽ ഒഴുകി നടക്കുകയാണ്. വിവിധ ഷിപ്പുകളിലായി, ടാങ്കറുകളിലായിട്ട് ഇറാൻ്റെ എണ്ണ ടു ബി ഡെലിവേർഡ് ആണ്. അത് അറൗണ്ട് ദി വേൾഡിൽ ഉണ്ട്. ദോസ് സപ്ലൈസ്, ആ സപ്ലൈകൾ വിച്ച് ഹാഡ് ട്രാൻസിറ്റഡ് ദി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ബിഫോർ ദി US blockade was imposed are on board hundreds of tankers and waiting to be delivered, Katzman told. അതായത് US പ്രതിരോധം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഷിപ്പുകൾ, ഈ 170 million odd barrels ഓഫ് ഓയിൽ ഹോർമുസ് സ്ട്രെയ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് വിവിധ കൺട്രികളിലേക്ക് ഡെലിവറി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് എ ബിഗ് മണി, ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി, Katzman said he was informed by an Iranian professor. ഒരു ഇറാനിയൻ പ്രൊഫസർ പറഞ്ഞത് പ്രകാരം ബേസ്ഡ് ഓൺ ദീസ് സപ്ലൈസ്, ഈ 170 million barrels ഓയിൽ കൊണ്ട് ടെഹ്റാൻ വിൽ ഹാവ് റവന്യൂ ഫ്ലോസ്, അവരുടെ പണം വന്നുകൊണ്ടിരിക്കുകയാണ്. That can last until August, despite the US naval blockade. ഈ US-ൻ്റെ നേവൽ ബ്ലോക്കേഡ് ഉണ്ടായിരുന്നാൽ പോലും ഡിസ്പൈറ്റ് ഓഫ് ദിസ് ബ്ലോക്കേഡ് ഓഗസ്റ്റ് വരെ സുഖമായിട്ട് യുദ്ധം നടത്താനും മുന്നോട്ട് പോകാനുള്ള ശേഷി ഈ 170 million barrels നിന്ന് തന്നെ അവർക്ക് കിട്ടുന്നുണ്ട് ഇറാന്. സോ ഇറാൻ അറ്റ് ദി മോമെൻറ്റ് ദേ ആർ നോട്ട് സ്കെയർഡ്. അവർ തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ഒരു കാര്യത്തിൽ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന എണ്ണകളിൽ നിന്ന് തന്നെ ഉണ്ട് എന്നാണ് ഈ കാറ്റ്സ്മാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. ഇറ്റ്സ് എ ലോങ് ടൈം ടിൽ ഓഗസ്റ്റ്, ഇറ്റ് ഈസ് എ ലോങ് ടൈം. ഡസ് പ്രസിഡന്റ് ട്രംപ് ഹാവ് ദി ടൈം അണ്ടിൽ ഓഗസ്റ്റ്? അത് അയാൾ ചോദിച്ചിരിക്കുകയാണ്. ട്രംപിൻ്റെ അടുത്ത് ഓഗസ്റ്റ് വരെ സമയമുണ്ടോ? ഓഗസ്റ്റ് വരെ ട്രംപിൻ്റെ സമയമുണ്ടെങ്കിൽ ഈ സീസ് ഫെയറിൻ്റെ ഡ്രാമ അവന് കളിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് പറയുന്നത്. പ്രോബബിളി നോട്ട്. ഒരുപക്ഷെ ഇത്രയും സമയം ട്രംപിൻ്റെ കയ്യിലില്ല. ട്രംപ് കംപ്ലീറ്റ്ലി എക്സ്പോസ് ആവും. ഇപ്പോൾ ഈ സീസ് ഫെയർ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് ഡ്രാമ എല്ലാം കളിച്ച് പതിയെ അവിടുന്ന് മാറിപ്പോയില്ലെങ്കിൽ, ഈ യുദ്ധം നിർത്തിയില്ലെങ്കിൽ ട്രംപ് ഈസ് ഗോയിങ് ടു ബി എക്സ്പോസ്ഡ് കംപ്ലീറ്റ്ലി. he is probably going to have a look at kinetic escalation. അദ്ദേഹത്തിന് കൈനറ്റിക് എസ്കലേഷൻ, അതായത് യുദ്ധം കൂടുതൽ ശക്തിയിൽ നടത്താൻ നിർബന്ധിതനായിത്തീരും ട്രംപ്. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ഓർ he is going to have to accept less than the deal is ideally wants. അല്ലെങ്കിൽ പിന്നെ ഈ ഡിമാൻഡുകളെല്ലാം കുറച്ച് വളരെ ചെറിയ രീതിയിൽ ഡിമാൻഡുകളൊക്കെ വെച്ച് ഇറാൻ സമ്മതിച്ചെന്നും സമ്മതിച്ചില്ലെന്നും ഒക്കെ പറഞ്ഞ് ഇതെങ്ങനെയെങ്കിലും നമ്മൾ ഇന്ത്യയിൽ പറയും റഫാ ദഫ ആക്കിയിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തി ഇവിടുന്ന് തടിയെടുക്കാമല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും അവിടെ ഉണ്ട്. എവിടെ? ഇറാനിൽ. ഓക്കെ, ലെറ്റ് us see the things are getting more interested in the coming days. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.